കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സുകൾ കോംബോ ആയിട്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കോംബോസും നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഇല്ലാതെ കേരളത്തിൽ എവിടെയായാലും വാങ്ങിക്കാവുന്നതാണ്. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ജെർബറ പ്ലാന്റ്സ് ആണ്. അതും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ. അധികം ഹൈറ്റ് വെക്കാതെ നല്ല തിങ്ങി നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ്. അതിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ്സുകളാണ്. ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത്. ഡബിൾ ഷെയ്ഡും മൾട്ടി ഷെയ്ഡും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ അവൈലബിൾ ആണ്. എന്നാൽ ലീഫ് ഡിഫറൻറ്റ് നോക്കിയെടുക്കുന്നതുകൊണ്ട് കറക്റ്റ് കളേഴ്സ് നിങ്ങളോട് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല. ഈ സൈസിലുള്ള 5 പ്ലാന്റ്സുകൾക്ക് 475 രൂപയാണ് പ്രൈസ് വരുന്നത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. പ്ലാന്റ്സ് ഏകദേശം മുന്നൊരു ഓഫർ ഇട്ടതുകൊണ്ട് തന്നെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്നത് ഐറിസ് പ്ലാന്റ് ആണ്. ഐറിസ് പ്ലാന്റിൻ്റെ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വെരിഗേറ്റഡ് ലീഫിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നതും അതുപോലെ തന്നെ ഗ്രീൻ ലീഫിൽ വൈറ്റ് കളർ ഫ്ലവർ വരുന്നതും. ഈ സൈസിലുള്ള 2 പ്ലാന്റിന് 199 രൂപ. അടുത്തതായിട്ട് വരുന്നത് കമേലിയ പ്ലാന്റ്സ് ആണ്. കമേലിയയുടെ നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല മെച്ചറായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. 5 കളേഴ്സ് നമ്മളടുത്ത് അവൈലബിൾ ആണ്. എല്ലാം തന്നെ മൾട്ടി ലെയറോട് കൂടിയ പ്ലാന്റുകളുമാണ്. കമേലിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ചൂട് കാലാവസ്ഥയിൽ ഫ്ലവർ ആവുമോ എന്നുള്ളത്. ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി കറക്റ്റ് പരിചരണം കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കമേലിയ പ്ലാന്റ്സ്. ഇതുപോലെ നല്ല മെച്ചുറായ മൊട്ടൊക്കെ ആവാനായി തുടങ്ങിയ പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നതും. അടുത്തതായിട്ട് അസേലിയ പ്ലാന്റ്സ് ആണ്. അസേലിയയുടെ നല്ല ഡബിൾ പെറ്റലോട് കൂടി പൂക്കളുണ്ടാകുന്ന പ്ലാന്റ്സുകളാണ്. ഇപ്പോൾ ചില പ്ലാന്റ്സുകളിലൊക്കെ തന്നെ ഫ്ലവറായി നിൽക്കുന്നുണ്ട്. 5 കളേഴ്സ് തന്നെയാണ് അസേലിയ പ്ലാന്റ്സിൻ്റേതും നമ്മളടുത്ത് അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല മെച്ചർ പ്ലാന്റ്സ് ആണ്. അസേലിയ പ്ലാന്റ്സ് പിന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല. അതിൻ്റെ ആ ഒരു അടിവണ്ണം കൂടി വരുന്നേ ഉള്ളൂ കേട്ടോ, പ്ലാന്റ് മെച്ചറാകുന്നതിനനുസരിച്ച്. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചാണ് നന്നായിട്ട് പൂക്കളുണ്ടായി വരുന്നത്. അസേലിയ പ്ലാന്റിനായാലും കമേലിയ പ്ലാന്റിനായാലും ഒരേ രീതിയിലുള്ള പരിചരണമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലെ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അസേലിയ പ്ലാന്റ്സ്. 5 പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 650 രൂപയാണ്. പെട്ടെന്ന് വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വെറോണിക്ക പ്ലാന്റ് ആണ്. വെറോണിക്ക പ്ലാന്റിൻ്റെ 2 ഷെയ്ഡാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ്, ഒരു മജന്ത പോലെയൊക്കെയുള്ള ഒരു പിങ്ക് ഷെയ്ഡും പിന്നെ ഒരു ബ്ലൂ ഷെയ്ഡുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ 2 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്. വെറോണിക്ക പ്ലാന്റിനും ഒരുപാട് വെയിലിൻ്റെ ആവശ്യമില്ല. നല്ല വെളിച്ചം കിട്ടിയാൽ മതിയാകും. ചെറിയൊരു ഷെയ്ഡിലായാലും വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. അടുത്തതായിട്ട് ക്രീപ്പർ റോസ് ആണ്. നിങ്ങൾക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയ, എന്നാൽ കൂടുതൽ പരിചരണമൊന്നും ആവശ്യമില്ലാതെ വളർത്താൻ പറ്റിയ റോസാണ് ക്രീപ്പർ റോസ്. ഇത് ഓൺ റൂട്ടഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലൊന്നും പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും നിങ്ങൾ കറക്റ്റ് ഒരു പ്രൂണിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സമയത്തും നന്നായിട്ട് പൂക്കളുണ്ടാകുകയും ചെയ്യും. 2 പ്ലാന്റിന് 350 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഡയാന്തസ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. ഈ സമയത്ത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഡെയിലി വാട്ടറിങ് അത്യാവശ്യമാണ് കേട്ടോ. 2 നേരം നനയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അടുത്തതായിട്ട് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റിൻ്റെ 2 കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൂവും അതുപോലെ തന്നെ റെഡ് ജെയ്ഡിൻ്റെയും പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ്. 2ഉം തന്നെ ലെയർ ചെയ്ത പ്ലാന്റ്സുകളാണ് നമ്മളടുത്തിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഫ്ലവറിങ്ങിനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മാസം തുടങ്ങി 8 മാസത്തിനുള്ളിലായിട്ട് തന്നെ ജെയ്ഡ് പ്ലാന്റ് ലെയർ ചെയ്ത പ്ലാന്റ്സുകളിൽ പൂക്കളുണ്ടാകും. അടുത്തായിട്ട് പാസിഫ്ലോറ പ്ലാന്റ്സ് ആണ്. പാസിഫ്ലോറയുടെ 3 കളേഴ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ 3 പ്ലാന്റിൻ്റെയും കോംബോ ആയിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതും. ഇനിയിപ്പോൾ 1-2 പ്ലാന്റ്സൊക്കെ നിങ്ങളടുത്ത് കൈവശം ഉണ്ടെങ്കിൽ ഓരോ പ്ലാന്റ്സ് ആയിട്ട് എടുക്കുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. 225 രൂപയാണ് ഈ 3 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത്. അടുത്തായിട്ട് ഫ്യൂഷ്യ പ്ലാന്റ് ആണ്. ഫ്യൂഷ്യയുടെ മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകുന്ന ടൈപ്പ്. ഫ്യൂഷ്യ പ്ലാന്റിൻ്റെ മിനിയേച്ചറിൻ്റെ ഒരു പ്രത്യേകത ചെറിയ ലീഫുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോവില്ല.
പ്ലാന്റ്സും ഫ്ലവറും ഒരുപാട് വലുതായിരിക്കില്ല, മിനിയേച്ചർ ടൈപ്പ് ആയിരിക്കും. എന്നാലും നല്ല തിങ്ങി നിറഞ്ഞ തന്നെ ഇതിൽ പൂക്കളുണ്ടാകും. ഈ 2 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 350 രൂപയാണ്. നിങ്ങൾക്ക് പോട്ടോട് കൂടെ തന്നെയായിരിക്കും പ്ലാന്റ്സുകൾ അയച്ചു തരുന്നതും. ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണിത്. ഈ സൈസിലുള്ള 2 പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ്. ഈ 12 വെറൈറ്റീസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. 12 കളറിലുള്ള പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ആകെ 799 രൂപ മാത്രമാണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. 12 പ്ലാന്റ്സുകൾ നിങ്ങൾ കണ്ടില്ലേ, ചിലത് തീരെ ചെറുതായിരിക്കും, അത് മിനിയേച്ചർ ടൈപ്പാണ്, ഹൈബ്രിഡ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നാടൻ വെറൈറ്റീസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് അഡീനിയം പ്ലാന്റ്സ് ആണ്. അഡീനിയത്തിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് കളേഴ്സ് കൺഫേം പറഞ്ഞ് തരാനായിട്ട് സാധിക്കില്ല. ഡിഫറെൻറ്റ് ട്രേകളിലായിട്ടാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പൂനെയിൽ നിന്ന് വന്ന പ്ലാന്റ് ആണ്, നമ്മൾ ചെയ്ത പ്ലാന്റ്സ് ഒന്നുമല്ല. ഇതുപോലെ ഡിഫറെൻറ്റ് ട്രേകളിലാണ്. ഈ 10 പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് 499 രൂപയാണ്. അടുത്തതായിട്ട് കലാത്തിയ പ്ലാന്റ്സ് ആണ്. കലാത്തിയയുടെ യെല്ലോ ഫ്യൂഷൻ ഉണ്ട്, ട്രയോ സ്റ്റാർ ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു കോംബോയിൽ. ഇങ്ങനെ 5 പ്ലാന്റ്സുകളാണ് ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 പ്ലാന്റിനും കൂടെ ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയ 5 പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് 399 രൂപ മാത്രമാണ്. നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണ് കലാത്തിയ പ്ലാന്റ്സ്. ഇതിനെ പ്രെയർ പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കലാത്തിയ മരാന്ത വെറൈറ്റീസിനെ ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നല്ല കളറോട് കൂടി ലീഫുകൾ നിലനിൽക്കും. അടുത്തതായിട്ട് ഹാങ്ങിങ് മാൻഡിവില്ല, സിന്തേരി മാൻഡിവില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ 3 പ്ലാന്റ്സുകൾ 3 ഷെയ്ഡാണ്, ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, അതുപോലെ തന്നെ റെഡ്. ഈ 3 കളറിനും കൂടെ വരുന്ന പ്രൈസ് 950 രൂപയാണ്. വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത്. അടുത്തതായിട്ട് ബേഡ് ഓഫ് പാരഡൈസ് ആണ്. ബേഡ് ഓഫ് പാരഡൈസിൻ്റെ 3 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും. ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ അതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല വെളിച്ചം ഉണ്ടെങ്കിലാണ് പെട്ടെന്ന് ഫ്ലവർ ആകുക. അപ്പോൾ നിങ്ങൾക്ക് ഔട്ട്ഡോർ ആയിട്ട് വളർത്തിയാലും കുഴപ്പമില്ല. ഇച്ചിരി നല്ല അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാലും നല്ല ഭംഗിയിൽ തന്നെ ലീഫുകൾ നിലനിൽക്കുകയും ചെയ്യും, ഫ്ലവർ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഈ 3 പ്ലാന്റിന് 399 രൂപ. ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.